ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിൽ പിടിയിലായ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രക്തം ജൈനമ്മയുടേതാണെന്ന സ്ഥിരീകരണമുണ്ടായത്. ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം. ഇതിന് ബലം പകരുന്ന തെളിവാണ് രക്തക്കറ ജൈനമ്മയുടേതാണെന്ന കണ്ടെത്തൽ. സെബാസ്റ്റ്യൻ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. നേരത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പിറകുവശത്തെ മുറിയിൽ രക്തക്കറ കണ്ടെത്തിയത്. വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. എന്നാൽ ശരീരാവശിഷ്ടങ്ങളുടെ DNA ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പ്രാഥമിക പരിശോധനയിൽ 6 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട സ്ത്രീയുടേതാകാം മൃതദേഹാവശിഷ്ടങ്ങളെന്ന കണ്ടെത്തലാണ് വന്നിരുന്നത്. ബിന്ദു പത്മനാഭൻ, ജൈനമ്മ, ഐഷ എന്നീ 3 സ്ത്രീകളുടെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലാണ് സെബാസ്റ്റ്യൻ സംശയനിഴലിലുള്ളത്. ഇവർ 3 പേരും കൊല്ലപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് കൈക്കലാക്കി മറച്ചുവിറ്റ കേസിലാണ് സെബാസ്റ്റ്യൻ ആദ്യം അറസ്റ്റിലായത്. ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യനെതിരെ പരാതി ഉയർന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു തെളിവുകളും ലഭിച്ചില്ല. ഇതിനിടെയാണ് ഏറ്റുമാനൂരിലെ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യൻ വീണ്ടും പിടിയിലാകുന്നത്. ഇതിൽ സെബാസ്റ്റ്യനെതിരെ കേസെടുക്കുകയും തുടരന്വേഷണത്തിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് കാണാതായ സ്ത്രീകളിൽ ആരുടേതാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാലായിൽ വീട്ടിൽ മാത്യുവിൻ്റെ ഭാര്യയാണ് ജൈനമ്മ മാത്യു. 2024 ഡിസംബർ 23 രാവിലെ വീട്ടിൽ നിന്ന് ഇവരെ കാണാതായെന്നാണ് ഭർത്താവിൻ്റെ പരാതി. ജൈനമ്മ സ്ഥിരമായി ധ്യാനകേന്ദ്രങ്ങളിൽ പോകുകയും താമസിക്കുകയും ചെയ്തിരുന്നു. ധ്യാനകേന്ദ്രങ്ങളിൽ വച്ചാകാം സെബാസ്റ്റ്യനുമായി സൗഹൃദമായതെന്നാണ് സൂചന. ഏറ്റുമാനൂർ പോലീസ് എടുത്ത കേസ് കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ജൈനമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യനുമായുള്ള പരിചയം തെളിഞ്ഞത്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. തുടർന്ന് സെബാസ്റ്റ്യനെതിരെ കൊലപാതകത്തിന് കേസെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.